മുളക് കൂട്ടൽ ഉണ്ടാക്കാൻ പോകാം. അതിക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ചെറുപരിപ്പ് 1 കപ്പ് എടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടൊക്കെ. முருங்கைக்கீரை நிறைய எடுத்துட்டு முருங்கைக்கீரை ஆஞ்சு க்ளீன் பண்ணி வச்சுருக்கேன். முருங்கைக்கீரை ஆஞ்சு க்ளீன் பண்ணி வைக்கிறது தான் கொஞ்சம் ஒரு டைம் எடுக்கும். மற்றபடி எல்லாம் ஈஸியாக்கும். அதுக்கு அரைக்க வேண்டிய சாதனங்கள் தேங்காய், ஜீரகம், மிளகாய் வத்தல். இதை அரைச்சிட்டு இதில் விட்டு ചെറുപരിപ്പിൽ വിട്ടിട്ട് തിളപ്പിച്ചിട്ട് കാട്ടുறேன். അത് കഴിഞ്ഞ് 2-3 മിനിറ്റ് തിളച്ച പിന്നെ കീരയെ പോട്ടിട്ട് അതും 2-3 മിനിറ്റ് തിളയ്ക്കാം. தேங்காய் அரைச்சாச்சு. தேங்காய், ஜீரகம், மிளகாய் வத்தலுமா அரைச்சாச்சு. பருப்பில் ஆல்ரெடி மஞ்சப்பொடி போட்டு வேவிச்சிருக்கேன். அதில் விட இந்த இலையும் போட்டுட்டு ஒரு 5 மினிட் நல்லா திளைக்கணும். முருங்கைக்கீரை ஆஞ்சு கொஞ்சம் தாக்குறது தான் கொஞ்சம் வேலை. மற்றபடி எல்லாம் ஈஸி தான். இந்தா മുരിങ്ങക്കീര ഇതിൽ പോട്ടിരിക്കാനേ അതൊക്കെ വേണ്ട ഉപ്പും പോട്ടിട്ട് നന്നാ ഒരു 5 മിനിറ്റ് തിളയ്ക്കണം. ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് പൊരിച്ച് കൊട്ടുறதுக்கு പൊരിച്ച് കൊട്ടുறதுக்கு இந்த സൈഡ് വെളിച്ചെണ്ണ വിട്ടുണ്ടിരിക്കേ. വെളിച്ചെണ്ണയിൽ കടുക്, ഉളുത്തമ്പരിപ്പ്, മുളകാ വത്തൽ പോട്ട് പൊരിച്ച് കൊട്ടും. എല്ലാം കഴിഞ്ഞിട്ട് കാട്ടുறேன். മുരിങ്ങയില നന്നാ ഒരു 5 മിനിറ്റ്. അത് ரொம்பൊന്നും തിളപ്പിക്കണ്ട. കാശിപ്പറഞ്ഞും ചൊല്ലുക. கொஞ்சம் നേരം തിളപ്പിച്ചിട്ട് ഇതാ ആச்சு. അത് റെഡി അയച്ച് ഇതാ പൊരിച്ച് കൂട്ടിയിരിക്കുന്നതപ്പുറം. ഇത് നന്നാ തിളച്ചാച്ചാ ഇതാണ് ചോറ്. കടുക്, മുളുത്തമ്പരിപ്പും, മുളകാ തലുമ്പോൾ പൊരിച്ച് കൊട്ടിനകത്ത് ഇല പോട്ടുവിടുക. മുരിങ്ങ ഇല നേരാക്കിയിട്ട് ആഞ്ചിട്ട് അലമ്പി എടുത്ത് വയ്ക്കുന്നത് മറ്റൊരു പണിയായിരിക്കും. മറ്റപടി എല്ലാം ഈസി തന്നെ. എല്ലാവരും ട്രൈ பண்ணுங்க.